എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഓണ വിഭവങ്ങളിൽ മൂന്നാമത്തെ വിഭവമായ അവിയലാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. അതിനായിട്ട് എന്തെല്ലാം എടുത്തിരിക്കണമെന്ന് നോക്കാം. പടവലങ്ങ, കായ, ചേന, കുമ്പളങ്ങ, പയറ്, പിന്നെ മുരിങ്ങയ്ക്ക, ഇതെല്ലാം ചേർത്ത് ഒരു അവിയൽ നമുക്ക് തയ്യാറാക്കാം. അതിനകത്ത് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇതെല്ലാം ആവശ്യമുള്ള കഷ്ണങ്ങൾ എടുത്ത് വയ്ക്കാം. ക്യാരറ്റ്, എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് നന്നായിട്ട് എല്ലാം ഒന്ന് കഴുകിയെടുക്കാം. പിന്നീട് നമുക്കിതിൽ കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം. ചേന ഏറ്റവും വേവ് കൂടുതലുള്ളത് കൊണ്ട് അത് തീരെ ചെറുതായി നമ്മൾ മുറിച്ചെടുക്കണം. കട്ടി കുറച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ എല്ലാ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മുരിങ്ങയ്ക്ക ഒന്ന് പുറകെ വന്ന് ഇതിൻ്റെ ചിരണ്ടി എടുത്തിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ അതിൽ പൊടിയൊക്കെ കാണാനുള്ളതുകൊണ്ട് കഴുകിയിട്ടാണെങ്കിൽ തന്നെ അത് എടുത്തിട്ടുണ്ട്. സദ്യയിൽ ഒഴിച്ചുകൂടാൻ ഇല്ലാത്തൊരു വിഭവമാണ് ഇതെല്ലാം അവിയൽ. കുമ്പളങ്ങയൊക്കെ ഇച്ചിരി വലുതായിട്ട് അരിഞ്ഞാലും കുഴപ്പമില്ല, അത് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതായതുകൊണ്ട്. ബീൻസോ അല്ലെങ്കിൽ പയറോ നമുക്ക് ചേർക്കാം ഇതിന്. ഇതിന് നമുക്കൊരു ചട്ടി വെച്ചിട്ടുണ്ട്, മൺചട്ടി. അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പച്ചക്കറികളിലൊക്കെ ധാരാളം വെള്ളമുണ്ടല്ലോ. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. അല്പം വെളിച്ചെണ്ണ, ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ട് നല്ല പെർഫെക്റ്റ് അവിയൽ നമുക്ക് തയ്യാറാക്കാം. അതിനെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ചേന ചേർക്കാം. ചേനയ്ക്കാണല്ലോ ഏറ്റവും വേവുള്ളത്. അതിനുശേഷം ഓരോ കഷ്ണങ്ങൾ: പയറ്, മുരിങ്ങയ്ക്ക, ക്യാരറ്റ്, പടവലങ്ങ, കായ എല്ലാം നമുക്ക് ഒന്നൊന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഒരാവി വന്നു കഴിയും. ഇതെല്ലാം വെള്ളം ധാരാളം അടങ്ങിയ പച്ചക്കറികളായതുകൊണ്ട് ഒരാവി വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്കതിനകത്ത് സ്പേസ് കിട്ടും. ഒരു പച്ചമുളക് നടുകെ കീറി അതുകൂടെ ചേർത്തിട്ടുണ്ട്. അല്പം കരിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവി വന്നതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു. രുചിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്തു. മുളക് പൊടി 1/2 ടീസ്പൂൺ. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വയ്ക്കാം. ആവി വന്നതിന് ശേഷം നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരു 5 മിനിറ്റ് 6 മിനിറ്റൊക്കെ മതിയാകും, പെട്ടെന്ന് വെന്ത് കിട്ടും ഇതെല്ലാം. പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തുള്ള പുളി നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുളിക്ക് പകരം മാങ്ങയോ തൈരോ ചേർക്കാവുന്നതാണ്. അത് ഓരോ സ്ഥലങ്ങളുടെ ഇതനുസരിച്ച് രുചിയുടെ അനുസരിച്ച് വ്യത്യാസം വരും. പുളി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടി കൂട്ടി ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് തീ കുറച്ച് വെച്ച് രാവി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരയ്ക്കുക. അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അവിയലിന് നന്നായിട്ട് തേങ്ങ വേണം. 1/2 ടീസ്പൂണോളം ജീരകം. ഇത് നമുക്ക് തന്നെയൊന്ന് ചതച്ചെടുക്കാം. വെള്ളമില്ലാതെ വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. തോരനേക്കാൾ അല്പം കൂടെ ഒന്ന് ചതഞ്ഞ് കിട്ടണം. തേങ്ങ അരച്ച് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കണ്ടില്ലേ, ഇപ്പോൾ പകുതിയല്ലേ ഉള്ളൂ. കഷ്ണങ്ങളെല്ലാം വെന്ത് കഴിഞ്ഞപ്പം ആയിട്ടുണ്ട്. തേങ്ങ അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക.
ഇതിനെയും തേങ്ങ നന്നായിട്ട് മിക്സാക്കി വയ്ക്കാം. ആവി വന്ന് അതിൻ്റെ ആ പച്ച വാസന ഒന്ന് മാറിക്കിടണം. വെള്ളം തീരെ കുറവാന്ന് തോന്നുകയാണെങ്കിൽ അല്പം ചൂടുവെള്ളം കൂടെ ഒഴിച്ച് മിക്സ് ചെയ്യാം. ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്നും പറയാൻ മറക്കരുത്. അത്രയേ ഉള്ളൂ. ഇനി അതിലേക്ക് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണയും പച്ച കരിവേപ്പിലയുമാണ് അവിയലിന് ടേസ്റ്റ് കൂടുതൽ കൊടുക്കുന്നത്. അപ്പം വെളിച്ചെണ്ണ ചേർത്തു. ഇനിയും ആവശ്യമുള്ള കരിവേപ്പില 1 2 കൂടെ നമുക്കതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വാങ്ങി വയ്ക്കാം. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി